വെൽക്കം ടു ഇന്ന് ഞാനിവിടെ ചക്കയുടെയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ നേരത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ചക്കയുടെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈസി ആയിട്ട്. അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. എനിക്കിപ്പോൾ കുറച്ച് ചക്ക കിട്ടിയപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തതാണ്. എനിവേ, അന്ന് ഞാൻ കുമ്പിളയിലേക്കകത്ത് മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് കുമ്പിളയിലേക്കകത്തും വാഴയിലേക്കകത്തും ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് വാഴയിലേക്കകത്താണ് ആദ്യം ഉണ്ടാക്കിയത്. ഒരു 3-4 വാഴയിലേക്കകത്ത് ഇതുപോലെ അടച്ചു വെച്ചു. അതിനുശേഷം കുറച്ച് കുമ്പിളയിലേക്കകത്തും ഞാനിത് ഉണ്ടാക്കിയെടുത്തു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പിളയാണ് കേട്ടോ ഇത്. അങ്ങനെ രണ്ട് ഞാൻ അടുപ്പച്ചുമ്പി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20-25 മിനിറ്റ്സോളം ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചക്കയുടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ചക്കയുടെ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്തെടുക്കുക. നല്ല ഈസിയാണ്. നമുക്ക് റവ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് വേണം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കുക. ഇഷ്ടമായിട്ട് ട്രൈ ചെയ്തെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe and like. Thank you. Katu moms. Bye. Bye bye.